കുറേ നാളായി ഇവിടെ അടുത്തുള്ള മാളിൽ പോകുമ്പോഴൊക്കെ ഞാൻ ഒരു ചെറിയ ചേന കിട്ടുമെന്ന് നോക്കും. മിക്കവാറും അവിടെ ഇതിൻ്റെ ഒരു 4-5 ഇരട്ടി വീതിയും ഒരുപാട് തൂക്കമുള്ള ചേനകളായിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ മുറിച്ച് വെച്ച ചേനകളും കാണാറുണ്ട്. പക്ഷേ മുറിച്ച് വെച്ച ചേന നോക്കുമ്പോൾ അതിൻ്റെ ആ നടുക്കിലത്തെ ഭാഗമല്ലേ, അതിന് നിങ്ങൾ കണ്ണെന്നാണ് പറയുക. കണ്ണ് കറക്റ്റായിട്ട് ഉള്ള ചേന ഉണ്ടെങ്കിൽ മാത്രമേ അത് നട്ടാൽ വളരുള്ളൂ എന്നാണ് പഴയ അനുഭവം. ചെറുപ്പത്തിലെ കാര്യമാണേ. അപ്പോൾ പണ്ട് ചെറുപ്പത്തിൽ വലിയ ചേന മുറിച്ചിട്ട് ചെറിയ പീസായിട്ട് നടാറുണ്ട്. പക്ഷേ ആ സെൻട്രൽ ഭാഗം ഉള്ള തരത്തിലാണ് നടുക. പക്ഷെ ചിലപ്പോൾ മാളുകളിലൊക്കെ മുറിച്ച് വെച്ചിരിക്കുന്ന പീസിൽ ആ ഭാഗം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ കുറേ നാൾ തിരഞ്ഞിട്ട് ഇന്നലെയാണ് ഒരെണ്ണം കണ്ടു കിട്ടിയത്. ചെറുതാണ്, വളരെ ചെറുതാണ്. ഏകദേശം 10 സെൻറ്റിമീറ്ററേ ഉള്ളൂ നീളം എന്ന് പറയാം. വീതി അതിലും കുറവാണ്. അപ്പോൾ ഒരു ചെറിയ ചേന കിട്ടിയപ്പോൾ വളരെ സന്തോഷമായി. വേഗം കൊണ്ടുവന്ന് ഇവിടെ ഒരു 23 ഇഞ്ച് ചെടിച്ചട്ടി ഉണ്ട്. അതിലൊരുപാട് വേറെ ചെടികളുണ്ട്. തക്കാളി, മുളക്, വെള്ളരി എല്ലാം അതിൽ തന്നെ വളരുന്നുണ്ട്. അറിയാലോ, സ്ഥലപരിമിതി കാരണമുള്ള സൂത്രങ്ങളാണ്. ചിലതൊക്കെ നന്നാവും, ചിലത് നന്നാവില്ല. മുളക് കണ്ടില്ലേ, കേടായിട്ട് നിൽക്കണേ. 2-3 മുളക് തൈകളുണ്ട് അതിൽ. അതൊക്കെ കേടാം, ഒരു ഉപയോഗമില്ല. വെള്ളരി പക്ഷേ ഈ വ്യൂവിൽ വന്നിട്ടില്ല, കുറച്ചും കൂടെ അപ്പുറത്തേക്കാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും പരീക്ഷണം വെള്ളരി അതാ കണ്ടല്ലോ. അപ്പോൾ പരീക്ഷണം തുടങ്ങുകയാണ്. ഒരു മൺകൗരി കൊണ്ട് ചെറിയ കുഴി ഉണ്ടാക്കി. ഇതിലിപ്പോൾ പോട്ടിംഗ് മിക്സും ചാണകപ്പൊടിയൊക്കെയാണുള്ളത്. അപ്പോൾ അവിടെ വെച്ചു. ഇനി അതിൽ മുകളിൽ മണ്ണിട്ട് കൊടുത്ത് ഇനി കുറച്ച് ദിവസം കാത്തിരിക്കേണ്ടി വരും. എത്ര കാലം പിടിക്കുന്നൊന്നും എനിക്കറിയില്ല. പഴയ ഓർമ്മകളൊക്കെ മറന്നുപോയി. പിന്നെ സീസണും ഇതാണോ ശരിയെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സാധാരണ മഴക്കാലത്ത്, അതായത് കാലവർഷം തുടങ്ങുന്ന കാലത്താണ് പലപ്പോഴും പഴയ ചേന ഉണ്ടെങ്കിൽ മുളച്ച് വരണമൊക്കെ കണ്ടിരിക്കുന്നത്. പറമ്പുകളിലൊക്കെ വഴിയിലൊക്കെ ഇപ്പോഴും കാണുന്നുണ്ട് വലിയ ചേന ഇങ്ങനെ ഉണ്ടായി ചെടി കാണാം. അപ്പോൾ ഇതിപ്പോൾ വൈകിട്ടാണ്, ഒക്ടോബർ പകുതി കഴിഞ്ഞല്ലോ. അപ്പോൾ ഇത് ചേന നടന്ന സീസൺ അല്ലെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത കാലവർഷം വരെ ഇത് മുളയ്ക്കാൻ കാത്തിരിക്കേണ്ടി വരുമോ എന്ന് എനിക്ക് അറിയില്ല.